തോന്നൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ. എന്റെ തോന്നൽ എനിക്ക് അതിൻ്റെതായ അനുഭവങ്ങളുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഈ കേരളത്തിൽ പ്രവർത്തിച്ച ഒരാൾ മാത്രമല്ല. അതിനു മുന്നിലും നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ ചെയ്ത രീതികളും അറിയാം. വാടകയ്ക്ക് ആളെയെടുത്ത് കരിങ്കൊടി കാണിച്ചു എന്ന പ്രയോഗം പിൻവലിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ചാനലുകളിലെ ബിരുദന്മാർ നേരത്തെയും ഇത്തരം കാര്യങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെന്നും പിണറായി. അധികാര ലഹരിയിൽ ഏകാധിപതിയെപ്പോലെ മുഖ്യമന്ത്രി പെരുമാറുന്നുവെന്ന് VM സുധീരൻ. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കപ്പെടുമ്പോൾ പ്രതിപക്ഷത്തിന് മിണ്ടാതിരിക്കാനാകില്ലെന്ന് ചെന്നിത്തല. സ്വാശ്രയ സമരത്തെ മഷിക്കുപ്പി സമരമെന്ന് പരിഹസിച്ച് DYFI. സ്വാശ്രയ സമരം UDF MLA-മാർ ഏറ്റെടുത്തു. 3 MLA-മാർ നിരാഹാര സമരത്തിൽ, 2 ലീഗ് MLA-മാർ സത്യാഗ്രഹ സമരത്തിൽ. സ്വാശ്രയ വിഷയത്തിൽ തുടർച്ചയായ 3-ാം ദിവസവും സഭ പ്രക്ഷുബ്ധം. തിരുവനന്തപുരത്ത് ഹർത്താലിൽ അങ്ങിങ്ങ് അക്രമം. തോമസ് ഐസക്കിന്റെ വാഹനം തടഞ്ഞു. സ്വകാര്യ മെഡിക്കൽ മാനേജ്മെന്റുകളുടെ പ്രവേശന നടപടികൾ റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയത് കേന്ദ്ര സർക്കാരിന്റെ ഹർജി. അമൃത കൽപ്പിത സർവകലാശാലയിലെ പ്രവേശനത്തിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയും തള്ളി. മുൻ സർക്കാരിന്റെ മദ്യനയം തള്ളി മന്ത്രിസഭാ യോഗം. ഇനി സംസ്ഥാനത്തെ ബിവറേജസ് ഷോപ്പുകൾ പൂട്ടേണ്ടെന്ന് തീരുമാനം. 10% ഔട്ട്ലെറ്റുകൾ പൂട്ടണമെന്ന നയമില്ല. പഴയ മദ്യനയം പാളിയെന്നും യോഗത്തിന്റെ വിലയിരുത്തൽ. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്ന് തീപാറും. ബാഴ്സലോണ ജർമ്മൻ ക്ലബായ ബൊറൂസിയെ നേരിടും. മാഞ്ചസ്റ്റർ സിറ്റിക്ക് സെൽറ്റിക് എതിരാളി. AFC കപ്പിൽ ഇന്ന് ബാംഗ്ലൂരുവിന് ആദ്യ സെമി. നമസ്കാരം, ഞാൻ അഭിലാഷ് KP. പ്രൈം ഡിബേറ്റിലേക്ക് വിശദമായി. സമരം പരിഹാരമോ? പ്രതിപക്ഷ സമരത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരുടെ താൽപര്യം സംരക്ഷിക്കാനാണ് UDF സമരമെന്ന് മുഖ്യമന്ത്രി. ജനാധിപത്യ വിരുദ്ധ സമരമാണ് പ്രതിപക്ഷം സഭയ്ക്ക് അകത്തും പുറത്തും നടത്തുന്നത്. കരിങ്കൊടി കാണിച്ചത് ചാനലുകാർ വാടകയ്ക്കെടുത്തവരാണെന്നത് തന്റെ തോന്നലാണെന്നും അത് മാറ്റേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിയുള്ള കരാറാണ് സർക്കാരിൻ്റേത്. കുറഞ്ഞ ഫീസിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരവും മാനേജ്മെന്റുകളുടെ അന്യായ പണപ്പിരിവും തടയുന്ന കരാറിനെ എന്തിനാണ് പ്രതിപക്ഷം എതിർക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. അപ്പൊ 25,000 രൂപ നിരക്കില് കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നതില് എന്തിനാണ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ സമരം പൊതുസമൂഹം തള്ളിക്കളഞ്ഞു. അതിന്റെ വിഷമം മറയ്ക്കാനാണ് സഭയ്ക്കകത്തും പുറത്തും ജനാധിപത്യ വിരുദ്ധ സമരം നടത്തുന്നത്. സമരപന്തലിലേക്ക് ഗ്രനേഡ് പ്രയോഗിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്താണ് കോൺഗ്രസിന്റെ താല്പര്യം? സമരം ജനമധ്യത്തിൽ ഒറ്റപ്പെട്ടു, ജനപിന്തുണയില്ല. അപ്പോ സഭാ നടപടികൾ അലങ്കോലപ്പെടുന്നതിലൂടെ ഈ സമരം ശ്രദ്ധിക്കാത്ത ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവരിക. ഇതിന്റെ മേലെ സഭാ നടപടി അലങ്കോലപ്പെട്ടിരിക്കുന്നു, അപ്പോൾ ഒരു ജനം ശ്രദ്ധിക്കപ്പെടുമല്ലോ. ഇതല്ലേ കോൺഗ്രസ് കാണിച്ചത്? ചാനലുകാർ വാടകയ്ക്കെടുത്തവരാണ് കരിങ്കൊടി കാട്ടിയതെന്നത് തന്റെ തോന്നലാണ്. അത് മാറ്റേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ആയതിനു മുൻപേ മാധ്യമങ്ങളെ അറിയാം. എനിക്ക് അതിൻ്റെതായ അനുഭവങ്ങളുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഈ കേരളത്തിൽ പ്രവർത്തിച്ച ഒരാൾ മാത്രമല്ല. അതിനു മുന്നിലും നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ ചെയ്ത രീതികളും അറിയാം, എന്തൊക്കെയായിരുന്നു കാണിച്ചിരുന്നതെന്നും അറിയാം. അതിന്റെ ഭാഗമായിട്ടുള്ള എന്റെ തോന്നലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ തോന്നലാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. അതേസമയം സ്വാശ്രയ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കപ്പെടുമ്പോൾ പ്രതിപക്ഷത്തിന് മിണ്ടാതിരിക്കാനാകില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷം മിണ്ടാതിരിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അംഗീകരിക്കാനാവില്ല. സ്വാശ്രയ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാരിന് വീഴ്ചയുണ്ടായി എന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഞങ്ങൾ സമരരംഗത്ത് വന്നത് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയും
ആശങ്കകളും അസ്വസ്ഥതകളും ഏറ്റെടുത്തുകൊണ്ടാണ്. മാനേജ്മെൻറ്റുകളുടെ അസ്വസ്ഥത ഏറ്റെടുത്ത മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമാണ് അവർക്ക് കുത്തനെ ഫീസ് വർദ്ധിപ്പിച്ചു കൊടുത്തത്. നൂറുകണക്കിന് പരാതികൾ വരുമ്പോൾ ഞങ്ങൾ എന്താ കൈയും കെട്ടി നോക്കി നിൽക്കണോ? വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പ്രവേശനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം ഒന്നും മിണ്ടരുത് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സംസ്ഥാന ഗവൺമെൻറ് ഫലപ്രദമായി കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നെങ്കിൽ സ്ഥിതി മറിച്ചൊന്നാകുമായിരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി ഒരു നല്ല നിലപാട് അവർ സ്വീകരിക്കേണ്ടതായിരുന്നു. LDF സുപ്രീം കോടതിയിൽ ഈ കേസ് വാദിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ നിലപാട് സുപ്രീം കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് CPIM MLA ശ്രീമതി വീണ ജോർജ്, ശ്രീ സണ്ണി ജോസഫ് കോൺഗ്രസ് MLA എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന്, ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് RV രാജേഷ്, വിദ്യാഭ്യാസ അവകാശ പ്രവർത്തകൻ ഷാജിർ ഖാൻ എന്നിവർ തത്സമയം തിരുവനന്തപുരത്തെ ന്യൂസ് 18 സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നു. മറ്റുള്ളവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ശ്രീമതി വീണ ജോർജ്, സ്വാശ്രയ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സുപ്രധാനമായി പറഞ്ഞത് നിലപാടുകളിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല എന്നാണ്. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സ്വാശ്രയ കരാർ അത് മെറിറ്റ് അട്ടിമറിക്കുന്നില്ല. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ചെലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് അനുകൂലമായ സാഹചര്യമാണ്. കൂടുതൽ സീറ്റുകളുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ പ്രഖ്യാപിത നയം നമുക്കറിയാം. സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുക, അതും സർക്കാർ ചെലവിൽ എന്നത് തന്നെയായിരുന്നു. ആ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് ബഹുദൂരം പിന്നോട്ട് പോയിക്കൊണ്ടാണ് സർക്കാർ സ്വാശ്രയ മേഖലയുമായി കരാർ ഒപ്പിട്ടത്. ഈ കരാർ ഒപ്പിട്ടതിന് ശേഷവും മുഖ്യമന്ത്രിക്ക് എങ്ങനെ അവകാശപ്പെടാൻ സാധിക്കും ഫീസ് നിരക്ക് വർദ്ധിച്ചിട്ടില്ല സാധാരണക്കാരുടെ മക്കൾക്ക് എന്ന്, കൂടുതൽ സീറ്റുകൾ സർക്കാരിന് നേടിയെടുക്കാൻ സാധിച്ചുവെന്ന്? ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് സ്വാശ്രയ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ പിന്നോട്ട് പോയിട്ടില്ല. കാരണം നമുക്കറിയാം, 2015-ൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ ലഭിച്ചിരുന്ന സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പ്രവേശനം നടത്തിയിരുന്നത് 800 സീറ്റുകളിലായിരുന്നു. 2016-ൽ 20 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ 1150 സീറ്റുകളിലേക്കാണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടക്കുന്നത്. അതായത് ഏതാണ്ട് 350 സീറ്റുകളിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം ലഭിക്കുകയാണ്. എങ്ങനെയാണ് ഈ 50% സീറ്റുകളുടെ വിഭജനം എന്നുള്ളത് നമുക്കറിയാം. അതിൽ 20%-ൽ 7% BPL വിഭാഗത്തിന്, ബാക്കി 13%-ഓളം SC/BC വിഭാഗത്തിനാണ് വരുന്നത്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 2015-നേക്കാൾ 131 വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ ഫീസ് നിരക്കിൽ പഠിക്കാനുള്ള അവസരം ലഭിക്കുകയാണ്. ബാക്കിയുള്ള 30%-ൽ ഓരോ തവണയും ഓരോ വർഷവും 10% ഫീസ് വർധന ഉണ്ടാകണം എന്നുള്ളതായിരുന്നല്ലോ ഇവിടെ വന്നുകൊണ്ടിരുന്ന ധാരണ. അങ്ങനെയായിരുന്നല്ലോ നടപ്പാക്കിക്കൊണ്ടിരുന്നത്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ 2015-ൽ 1,85,000 രൂപയായിരുന്നു ഫീസ്. ഇത് ഈ വർഷം 2016 ആകുമ്പോഴേക്കും ഉണ്ടാകേണ്ടിയിരുന്നത് 2,03,500 രൂപയാണ് ഫീസ് വർധനവ് ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് വെച്ചാൽ 219 സീറ്റുകൾ, അതായത് 20 കോളേജുകൾ സർക്കാരുമായി കരാറുണ്ടാക്കിയ അതിൻ്റെ അടിസ്ഥാനത്തിൽ 219 സീറ്റുകൾ ഈ 30% വിഭാഗത്തിൽ സർക്കാരിന് ലഭിച്ചിരിക്കുകയാണ്. അതായത് ഈ 219 സീറ്റുകളിൽ 8.5 ലക്ഷത്തോളം ഫീസ് കൊടുത്ത് പഠിക്കേണ്ടിയിരുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്നത് 2.5 ലക്ഷം രൂപയ്ക്കാണ്. ഇതെങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള ബഹുദൂരം പിന്നോട്ട് പോകലാകുന്നത്? കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ പഠിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇതിന് ബാക്കിയുള്ള വിദ്യാർത്ഥികൾ. യെസ്, റൈറ്റ്. ശ്രീമതി വീണ ജോർജ്, ദയവായി തുടരുക. താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഇടതുപക്ഷം പിന്നോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഇടതു വിദ്യാർത്ഥി സംഘടനകൾക്കടക്കം അത് ബോധ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. AISF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് സുബേഷിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. വളരെ പെട്ടെന്ന് താങ്കളിലേക്ക് തിരികെയും എത്താം. മെറിറ്റ് സീറ്റിലെ ഫീസ് വർധനവ് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല.
അതിൻ്റെ കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ നയമാണ് കേരളത്തിലെ മെറിറ്റ് സംരക്ഷിക്കും. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിനും മെറിറ്റ് സംരക്ഷിക്കുമെന്നും കേരളത്തിലെ LDF കേരളത്തിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടാണ്. കേരളത്തിലെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ദീർഘകാലമായി കേരളത്തിൽ നടത്തിയ പ്രക്ഷോഭങ്ങളുടെ പോരാട്ടങ്ങളെ നമുക്ക് വെള്ളം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് AISF ഈ ഫീസ് വർധനവ് അംഗീകരിക്കുന്നില്ല, അത് പിൻവലിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. റൈറ്റ്. ശ്രീമതി വീണ ജോർജ്, ഒന്ന് താങ്കൾ സൂചിപ്പിച്ചതുപോലെ 14 കോളേജുകളുമായിട്ടായിരുന്നു കഴിഞ്ഞ തവണ സർക്കാർ കരാറുണ്ടാക്കിയത്. അത് 21 ഉയർത്താൻ സാധിച്ചു. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, 3 കോളേജുകൾ പുതുതായി തുടങ്ങിയതാണ്. പാലക്കാട്, തിരുവനന്തപുരത്ത് തന്നെ SR മെഡിക്കൽ കോളേജ്, പാലക്കാട് കേരള മെഡിക്കൽ കോളേജ് അടക്കമുള്ള പുതിയ കോളേജുകൾ. അതിന് നമുക്കറിയാം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. അതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയധികം സീറ്റുകൾ ഉയർന്നത്. അങ്ങനെ നോക്കുമ്പോൾ 3 പുതിയ കോളേജുകൾ, പിന്നെ ധാരണയിലെത്താതിരുന്ന കോളേജുകൾ, അവിടെ തന്നെ ഈ 30% എന്നത് 2,60,000 ഫീസ് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ സീറ്റുകൾ വർദ്ധിച്ചത് സർക്കാരിൻ്റെ മേന്മ കൊണ്ടാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കുമോ? അഭിലാഷ്, കഴിഞ്ഞ തവണ 14 കോളേജുകളുമായിട്ടാണ് സർക്കാർ ധാരണയുണ്ടാക്കിയിരുന്നത്. 6 കോളേജുകൾ സർക്കാരുമായി ഒരു കരാറുമില്ലാതെ തോന്നിയ രീതിയിൽ അവരുടെ അഡ്മിഷൻ നടത്തുകയായിരുന്നു. 300ഓളം സീറ്റുകൾ, 500 കോടിയിലധികം രൂപയുടെ കുംഭകോണമാണ് 2015 സ്വാശ്രയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് നടന്നത്. 65 ലക്ഷം രൂപ മുതൽ 1.5 കോടി വരെ തലവരിപ്പണം കൊടുത്താണ് ഇവിടെ മെഡിക്കൽ പ്രവേശനം സാധ്യമായിരുന്നത്. അവിടെ നിന്നാണ് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ രീതിയിലുള്ള കരാറിലേക്ക് കൂടുതൽ കോളേജുകളെ എത്തിപ്പിച്ചുകൊണ്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ, പണമല്ല മാനദണ്ഡം, മെറിറ്റാണ് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് സാധാരണക്കാരുടെ കുട്ടികൾ 131 BPL വിഭാഗത്തിലും SCBC വിഭാഗത്തിലും പെട്ട കുട്ടികൾക്ക് 25,000 രൂപയ്ക്ക് മെഡിക്കൽ വിദ്യാഭ്യാസം സാധ്യമാകുന്നു എന്നുള്ളത് ചെറിയ കാര്യമാണ് കാണുന്നുണ്ടോ? അതുപോലെ തന്നെ 30% സീറ്റുകളിൽ 2,03,500 രൂപയായിരുന്നു സ്വതവേ ഉണ്ടാകേണ്ടിയിരുന്ന വർധന. പക്ഷേ ആ സീറ്റ് വർധന 219 വിദ്യാർത്ഥികൾക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, 8.5 ലക്ഷം രൂപ കൊടുത്ത് പഠിക്കേണ്ടിയിരുന്ന വിദ്യാർത്ഥികൾ 219 വിദ്യാർത്ഥികൾ 2.5 ലക്ഷം രൂപ, 2,50,000 രൂപ കൊടുത്ത് മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തുന്ന സാഹചര്യം. ശ്രീ സണ്ണി ജോസഫ്, നേരത്തെ മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടതും ഇത് തന്നെയായിരുന്നു. സംസ്ഥാനത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടത്തിന് തടയിട്ടിരിക്കുന്നു ഈ സർക്കാർ. ശ്രീമതി വീണ ജോർജ് സൂചിപ്പിക്കുന്നതനുസരിച്ച് 200-ലധികം വിദ്യാർത്ഥികൾ 8 ലക്ഷം രൂപ ഫീസ് കൊടുത്ത് പഠിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് അത് 2.5 ലക്ഷമാക്കി ചുരുക്കിക്കൊണ്ടുവരാൻ സാധിച്ചു. പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്ന പ്രതിഷേധം യഥാർത്ഥത്തിൽ സ്വാശ്രയ കോളേജ് മാനേജ്മെന്റ് മുതലാളികൾക്ക് കോഴപ്പണം വാങ്ങുന്നതിനുള്ള അവസരം ഇല്ലാതാക്കിയതിലുള്ള അസ്വസ്ഥതയാണ് എന്നാണ്. ഇത്തരം പ്രതിഷേധങ്ങൾ അതിൻ്റെ സൂചനകളാണോ? ഇല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് AISFന്റെ പ്രസിഡന്റിനെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഈ കാര്യത്തിൽ ഇറക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. അത് ഹാൻഡ് റിട്ടേൺ ആണ്, കൈകൊണ്ട് എഴുതിയ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോപ്പിയാണ്. അവർ ഈ സ്വാശ്രയ പ്രശ്നത്തിൽ ഈ വർഷം പറഞ്ഞിരിക്കുന്നത് എന്താ? മെറിറ്റും സാമൂഹ്യ നീതിയും അട്ടിമറിച്ചാണ് മാനേജ്മെൻറ്റുകൾ പ്രവേശനവുമായി മുന്നോട്ട് പോകുന്നത്. പ്രവേശനത്തിൽ കോടികളുടെ കോഴ ഇടപാട് നടത്തിയ കോളേജുകൾക്കെതിരെ അന്വേഷണം നടത്തണം. മെറിറ്റ് പാലിക്കാതെ പ്രവേശനം നടത്തിയ കോളേജുകളുടെ അഫിലിയേഷൻ റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് ജെയിംസ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഔദ്യോഗികമായി കൈകൊണ്ടെഴുതി പത്രങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. SFIക്കാർക്ക് ഇതാണ് അഭിപ്രായം. വീണ ജോർജിനും പിണറായി വിജയനും ഒരുപക്ഷെ അഭിപ്രായം മാറിയേക്കാം. അവർ ഭരണത്തിൻ്റെ ഭാഗത്താണ്, അവരുടെ അഭിപ്രായത്തിന് മാറ്റമുണ്ടാവില്ല. പക്ഷേ SFIക്കാരും AISFകാരും ഇന്ന് യൂത്ത് കോൺഗ്രസും KSUവും പറയുന്ന, പ്രതിപക്ഷം പറയുന്ന വാദഗതികളെ, ന്യായത്തെയാണ് അംഗീകരിക്കുന്നത്. എന്താ ഇതിൻ്റെ പ്രശ്നം? എന്താ? മാർക്സിസ്റ്റ് പാർട്ടി സ്വാശ്രയ കോളേജുകളെ എതിർത്തുകൊണ്ടാണ് കൂത്തുപറമ്പിൽ MV രാഘവനെ തടഞ്ഞത്, 5 രക്തസാക്ഷികളെ ഉണ്ടാക്കിയത്. ആ രക്തസാക്ഷികളുടെ പേരിൽ കാശ് പിരിച്ച് പാർട്ടി വളർത്തി വോട്ട് പിടിച്ചു വന്നയാളുകൾ അതേ പരിയാരം മെഡിക്കൽ കോളേജ്, MV രാഘവൻ ചെയർമാനായിരുന്ന പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭരണ നേതൃത്വം ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്. ആ പരിയാരത്ത് ഫീസ് വർദ്ധിപ്പിച്ചു. 1.5 ലക്ഷം മെറിറ്റ് ഫീസ് 2.5 ലക്ഷമാക്കി.
6 ലക്ഷം മാനേജ്മെന്റ് ഫീസ് 10 ലക്ഷമാക്കി, 10 ലക്ഷം NRI ഫീസ് 14 ലക്ഷമാക്കി. ഒറ്റയടിക്ക് ഇത്ര ഭീകരമായിട്ടുള്ള ഒരു വർധനവ് പരിയാരത്ത് നടത്തിയവർക്ക് മറ്റ് മാനേജ്മെന്റുകളെ നിയന്ത്രിക്കാൻ കഴിയില്ല. മാനേജ്മെന്റുകൾക്ക് ഇന്ന് ചാകരയാണ്. മാനേജ്മെന്റുകൾക്ക് പരാതിയില്ല. ജെയിംസ് കമ്മിറ്റി മുമ്പാകെ പരാതി കൊടുത്തത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ്. മാനേജ്മെന്റ് ഒറ്റ പരാതി പോലും കൊടുത്തിട്ടില്ല. മാനേജ്മെന്റും ഗവൺമെന്റുമായിട്ട് ഒത്തുകളിച്ചു. പക്ഷേ ശ്രീ സണ്ണി ജോസഫ്, ഈ ഇത്തരം കേസ് ഫീസ് വർധന എല്ലാ കാലഘട്ടങ്ങളിലും നിലനിന്നിരുന്നു. 2011 VS അച്യുതാനന്ദൻ മന്ത്രിസഭ ഇറങ്ങുന്ന സമയത്ത് 1,38,000 രൂപയായിരുന്നു ഫീസ്. 2012 2011 സർക്കാർ ആവശ്യപ്പെട്ടത് ഇത് പഠിക്കാൻ സമയം അനുവദിക്കണമെന്നാണ്. ആ വർഷം ഫീസ് വർധനവുണ്ടായില്ല. പിന്നീട് ഓരോ വർഷങ്ങളിലും വളരെ കൃത്യമായി ഫീസ് വർധന നടപ്പിലാക്കിയിരുന്നു അന്നത്തെ UDF സർക്കാർ. ആ സമയത്തൊന്നും ഇത്തരം പ്രതിഷേധങ്ങൾ നിയമസഭയ്ക്കുള്ളിലോ പുറത്തോ കണ്ടില്ല. തെറ്റാണ് നിങ്ങൾ പറയുന്നത്. അന്നാണ് SFIയും DYFIക്കാരും ഇവിടെ കേരളം കത്തിച്ചത്. ആ വർധനവൊക്കെ എന്താണ്? നേരത്തെ വീണ ജോർജ് പറഞ്ഞതുപോലെ അല്ല, SFIയും DYFIയുടെയും പ്രതിഷേധമല്ല ഞാൻ ചോദിച്ചത്. കോൺഗ്രസിന്റെ MLA-മാർക്കോ യൂത്ത് കോൺഗ്രസിനോ KSUവിനോ ഒന്നും പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. ഒറ്റയടിക്ക് അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതുപോലെ ഒറ്റയടിക്ക് 10 ലക്ഷം 4 ലക്ഷം 14 ലക്ഷം ആക്കിയിട്ടില്ല. 6 ലക്ഷം 10 ലക്ഷം ആക്കിയിട്ടില്ല. പരിയാരത്തെ BDSന്റെ സീറ്റ് ഫീസ് മെറിറ്റ് സീറ്റിൽ 90,000 രൂപയായിരുന്ന BDSന് ഇപ്പൊ 2,10,000 ഒറ്റയടിക്ക് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. UDF 5 കൊല്ലം കൊണ്ട് വർദ്ധിപ്പിച്ച 45,000 ആണെങ്കിൽ ഇവർ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് 60,000. 100 ദിവസം കൊണ്ട് 65,000 രൂപയുടെ വർധനവ് നടത്തി എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. തീർച്ചയായും ചർച്ചയിൽ ശ്രീ ഷാജിർ ഖാനും RV രാജേഷും പങ്കെടുക്കുന്നുണ്ട്. ശ്രീമതി വീണ ജോർജ് ഈ ആക്ഷേപത്തിന് മറുപടിയും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം വളരെ പെട്ടെന്ന് ഇടവേളയിലേക്ക്.